ഒരു വശത്ത് ബൗളിംഗ് ടീം, പ്രതിപക്ഷവുമുണ്ട്, അതുപോലെ PV അൻവറും KT ജലീലും ഒക്കെ. മറുവശത്ത് ബാറ്റിംഗ് ടീം, അതിൽ MR അജിത് കുമാറുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുണ്ട്, അങ്ങനെ കുറേ ആളുകളുണ്ട്. ഒന്നാമത്തെ വിക്കറ്റ് എടുത്തത് ബൗളിംഗ് ടീമിലെ കരുത്തനായ PV അൻവറാണ്. ആ വിക്കറ്റ് സുജിത് ദാസിൻ്റെതായിരുന്നു. IPS സുജിത് ദാസ് വളരെ മനോഹരമായി മരം മുറിച്ചും അല്ലാതെ മറ്റു പല കാര്യങ്ങളൊക്കെ നടത്തി സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിന്നും സ്വർണം തട്ടിപ്പറിച്ചും ഒക്കെ നല്ല സ്കോർ ചെയ്തുകൊണ്ടിരുന്ന സുജിത് ദാസിന് അദ്ദേഹത്തിൻ്റെ മിഡിൽ സ്റ്റെമ്പ് തന്നെ PV അൻവർ എറിഞ്ഞ് തകർത്ത് കളഞ്ഞു. ഇനി അടുത്ത് ഇപ്പോൾ ബാറ്റിംഗ് നിരയിലുള്ള കരുത്തൻ MR അജിത് കുമാറാണ്. അദ്ദേഹം ക്യാപ്റ്റനുമായി അടുത്ത് ബന്ധമുള്ള ആളാണ്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധം. അദ്ദേഹം ക്യാപ്റ്റൻ പറയുന്നതിനപ്പുറം പോകില്ല. ക്യാപ്റ്റൻ ഇദ്ദേഹത്തെ ചേർത്ത് നിർത്താതിരിക്കാനും കഴിയുകയില്ല. ഒരുപാട് ബോളുകൾ ഇദ്ദേഹം വേസ്റ്റ് ചെയ്തു. പക്ഷേ ക്യാപ്റ്റൻ്റെ എല്ലാ ഇഷ്ടങ്ങളും അറിയുന്ന ആളായതുകൊണ്ട് ഒരു സംരക്ഷണം MR അജിത് കുമാർ എന്ന ഈ ബാറ്റ്മാന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ വിക്കറ്റും ഉടനെ തെറിക്കും. VD സതീശൻ്റെ ബോളാണ് അതിന് കാരണമാവുക. VD സതീശൻ എറിഞ്ഞ ബോള് സ്വിങ് ചെയ്ത് കൃത്യമായി മിഡിൽ സ്റ്റെമ്പ് തന്നെ കൊണ്ടുപോകും. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ MR അജിത് കുമാർ തിരുവനന്തപുരം സ്വദേശിയാണ്. MR അജിത് കുമാറിൻ്റെ ക്ലാസ്മേറ്റ് ഒരു RSS നേതാവാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില RSSൻ്റെ ഉന്നത നേതാക്കളെ MR അജിത് കുമാർ കണ്ടിരുന്നു. MR അജിത് കുമാർ ADGP പദവിയിലിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP. അങ്ങനെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ RSSൻ്റെ ക്യാമ്പിൽ എന്തിനു പോകണം? അദ്ദേഹത്തിന് രാഷ്ട്രീയം വ്യക്തിപരമായി ഉണ്ടാകാം, അതിന് ആരും തെറ്റു പറയില്ല. പക്ഷേ പരസ്യമായി പോകുന്നത് എങ്ങനെയാണ്? ഇത് ഇന്ന് പുറത്തു വന്ന സംഭവമല്ല, വാർത്തയല്ല. സ്പെഷ്യൽ ബ്രാഞ്ച് അതാത് ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. അതായത് ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരുന്നു, DGPയെ അറിയിച്ചിരുന്നു. നമുക്കറിയാം, മുമ്പൊരു DGP ഉണ്ടായിരുന്നു, TP സെൻകുമാർ. TP സെൻകുമാറിനെ എന്തുകൊണ്ടാണ് DGP കേസറയിൽ നിന്ന് ഇടത് സർക്കാർ ചവിട്ടി തള്ളി താഴെയിട്ടത്? അദ്ദേഹത്തിന് RSS ബന്ധം, സംഘപരിവാർ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ്. അല്ലെങ്കിൽ ആ ബന്ധം ആരോപിച്ചാണ് അന്ന് അദ്ദേഹത്തിൻ്റെ കസേര തെറിപ്പിച്ചത്. എന്നിട്ട് അപ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതലയൊക്കെ നൽകി അങ്ങനെ ഒതുക്കിക്കൂട്ടിയൊക്കെ നിർത്തി. ഇപ്പോൾ ADGPയെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്ന ചോദ്യം നിർണായകമല്ലേ? CPM അല്ലേ ഭരിക്കുന്നത്? ജനങ്ങളുടെ പാർട്ടിയല്ലേ? സാധാരണക്കാരൻ്റെയും പട്ടിണിപ്പാവങ്ങളുടെയും പാർട്ടിയല്ലേ? അങ്ങനെ കെട്ടിയുയർത്തിയ പ്രസ്ഥാനമല്ലേ? രക്തസാക്ഷികളുടെ ചോരയുടെ ബലം കൊണ്ട് ഉയർന്നു വന്ന പ്രസ്ഥാനമല്ലേ CPM? ആ CPMൻ്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന പിണറായി വിജയൻ ഇങ്ങനെ ഒരാളെ എന്തിന് ചേർത്ത് നിർത്തണം? എന്തിന് ഈ ക്യാപ്റ്റൻ MR അജിത് കുമാർ എന്ന ഇങ്ങനെ ഒരാളെ ചേർത്ത് നിർത്തണം എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരില്ലേ? MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് DGP മുഖ്യമന്ത്രിയെ കാണാനെത്തുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു, MR അജിത് കുമാറിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല, അദ്ദേഹം അവിടെ തുടരട്ടെ, അന്വേഷണം അദ്ദേഹത്തിന് താഴെയുള്ള ആളുകളെ വെച്ച് നടത്തിയാൽ മതി. അങ്ങനെ MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണത്തിന് MR അജിത് കുമാറിന് താഴെയുള്ള കീഴുദ്യോഗസ്ഥരെ നിയോഗിക്കുന്നു. MR അജിത് കുമാർ എന്നിട്ട് ഒരു ഉത്തരവിറക്കുന്നു. ഈ കീഴുദ്യോഗസ്ഥർ ഇനി മുതൽ തന്നോട് റിപ്പോർട്ടിംഗ് നടത്തേണ്ട ആവശ്യമില്ല, DGPയോട് നേരിട്ട് നടത്തിയാൽ മതി എന്ന തരത്തിലൊരു ഉത്തരവും ഇറക്കുന്നു. സാധാരണ അത്തരം ഉത്തരവുകൾ ഇറക്കുന്നത് സർക്കാരോ പോലീസ് ആസ്ഥാനത്ത് നിന്ന് DGPയോ ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ADGP തന്നെ ആ ഉത്തരവും ഇറക്കി. അങ്ങനെ എല്ലാം കൊണ്ടും വിരാട് പുരുഷനായി ഇങ്ങനെ വിരാജിക്കുന്ന MR അജിത് കുമാറിന് യോർക്കർ എറിഞ്ഞ് വീഴ്ത്തിയിരിക്കുകയാണ് VD സതീശൻ. ഒന്ന്, അദ്ദേഹം തൃശ്ശൂരിൽ RSSൻ്റെ നേതാവായ ദത്താത്രേയെ പോയി കണ്ടു. രണ്ട്, കോവളത്ത് രാംമാധവനെ പോയി കണ്ടു. ഇതൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളാണ്. ആ റിപ്പോർട്ടുകൾ ഇപ്പോഴാണ് മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനുമൊക്കെ ചോർന്ന് കിട്ടുന്നതെന്ന് മാത്രം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിനാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായും തോന്നില്ലേ 2023 ഏതൊക്കെ വിഷയങ്ങളാണ് കത്തിനിന്നതെന്ന്? അപ്പോൾ കേന്ദ്രവുമായി പിടിപാടുള്ള പോലീസ് ഓഫീസർ, കേന്ദ്രം ഭരിക്കുന്ന സംഘടനയുമായി പിടിപാടുള്ള പോലീസ് ഓഫീസർ അടുപ്പക്കാരനായി നിൽക്കുന്നത് ഏത് ക്യാപ്റ്റനും ഇഷ്ടമുള്ളതല്ലേ? അതുകൊണ്ട് ഈ ക്യാപ്റ്റനെ ഉപയോഗിച്ച് RSS ആളുകളുമായി ചങ്ങാത്തത്തിലാകാൻ ഒരു അന്തർധാര, ഒരു അണ്ടർഗ്രൗണ്ട് ഇടപാട് മുഖ്യമന്ത്രി നടത്തിയെന്ന് ജനം സംശയിച്ചാൽ അതിൽ ന്യായമില്ലേ? കാരണം DGP ആവശ്യപ്പെട്ടിട്ടും MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയിട്ടില്ല. PV അൻവർ MLA, ഭരണകക്ഷിയിൽപ്പെട്ട MLA ആവശ്യപ്പെട്ടിട്ടും മാറ്റി നിർത്തിയില്ല. MLAക്ക് പിന്തുണയുമായി മരുമകൻ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ പ്രതിഭയുമൊക്കെ, അതായത് അതേ മുന്നണിയിൽ അതേ CPMൽപ്പെട്ട ആളുകൾ തന്നെ രംഗത്ത് വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ MP രാജേഷ് പറയുന്നത് എന്താണ്? ADGP CPMകാരനല്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. എങ്കിലും എന്താണ് ഇവർ ഇയാളെ മാറ്റാത്തത്?
അവിടെ സംശയങ്ങളുടെ പുകമറ സൃഷ്ടിക്കുകയില്ലേ? ഏതായാലും ഒന്നുറപ്പാണ്, അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ, അല്പമെങ്കിലും പാർട്ടിയോട് കൂറുണ്ടെങ്കിൽ, അല്പമെങ്കിലും കളങ്കരഹിതനാണെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ ADGP അജിത് കുമാറിന്റെ തൊപ്പി പിണറായി വിജയൻ തെറിപ്പിക്കും. അല്ലെങ്കിൽ പിണറായി വിജയൻ എന്നും സംശയത്തിന്റെ പുകനിഴലിൽ ആയിരിക്കും.